അങ്ങനെ രണ്ടാമത്തെ കളി നമ്മൾ തോറ്റിരിക്കുകയാണ്. എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്? എന്നാ നമുക്ക് പറ്റിയേ? അവരെ സാമ്പ 4 വിക്കറ്റ് എടുത്തപ്പോ നമ്മളെ ബെസ്റ്റ് ബോളർ കുൽദീപ് എല്ലാവർക്കും വെള്ളം കൊടുക്കലേനു. അതുകൊണ്ടാണ് നമ്മൾ തോറ്റെ. കുൽദീപിനെ 4 വിക്കറ്റ് എടുത്ത സാമ്പേനെ നമ്മളെ ചെക്കൻ ഒരു ഓവറിൽ 3 4 അടിച്ചില്ലേ. അടുത്ത നരേനാണവൻ. വേറെ പറ. ആ ചെക്കന്റെ കാര്യം കളി ഒരുമാതിരി ടൈറ്റ് ആയിട്ട് വരുമ്പോ ലാസ്റ്റത്തെ 3 ഓവറിൽ 34 റണ്ണ് കൊടുത്തിന്. അങ്ങനെയാവും നമ്മൾ തോറ്റെ. മര്യാദയ്ക്ക് ബുംറനെ കളിപ്പിച്ചാൽ മതിയോ, അല്ലെ പ്രസീദ് കൃഷ്ണനെ എടുത്താൽ മതിയോ? അഗാർക്കറെ എന്റെ മകൻ, നമ്മുടെ മകൻ. അതല്ല ഈ ഹർഷിത് റാണ ലാസ്റ്റത്തെ ഓവറുകളിൽ എത്ര റണ്ണെടുത്ത്? 24 ലാസ്റ്റത്തെ ഓവറുകളിൽ കൊടുത്തു. 34 24 കുറച്ചാ 10 റണ്ണ്. സൂപ്പർ. വേറെ പറ. അങ്ങനെയെല്ലാം പറഞ്ഞ എങ്ങനെയാ ശരിയാവോ? അല്ല, നീ എന്നാ ഇവിടെ ഗില്ലുകൊടുത്തു? എന്നോട് ഗില്ലേട്ടൻ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞ് എന്റെ ജേഴ്സി ഇട്ട് ഫീൽഡ് ചെയ്തോണ്ട്, അല്ലാണ്ട് മുങ്ങിയതൊന്നും അല്ല ഓറ്. നീ പോയി ഓനെ വിളിച്ചിട്ട് വന്നട്ടെ. ഹായ് കോച്ച്. ആ വന്നോ രായകുമാരൻ, ഇന്നും ബാറ്റും കൊണ്ട് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നിനല്ലോ. കഷ്ടകാലാന്ന് തോന്നുന്നു കോച്ചെ. നമുക്കൊരു ഹോമം നടത്തി നോക്കിയാലോ? ആടാ, ഹോമം മാത്രം ആക്കണ്ട, ഒരു ശൂലന്റെ കവളിന്റെ ഉള്ളോട്ട് കുത്തിക്കേറ്റ് അനക്കാവുമ്പോ വലിയ കവളുണ്ടല്ലോ, ഇവനെല്ലാം കൂടി എന്നെയും കൊണ്ടേ പോവും. അത് മിക്കവാറും ഒരു തീരുമാനമാകും. എന്തായാലും രോഹിത് ഏട്ടൻ ഫോം ആയത് നന്നായി. ആ രോഹിത്തിനെ പറ്റി പറഞ്ഞുതരാ. അടുത്ത കളി രോഹിത്തിന് വേറെ നമ്മളെ ഹർഷിത് റാണേനെ ഓപ്പണിങ് ട്രൈ ചെയ്താലോ എന്നാ ഞാൻ ആലോചിക്കും. ഇവിടെ നിങ്ങളെ തലക്കെന്തെങ്കിലും പ്രശ്നമുണ്ട്? ഇങ്ങനെ മര്യാദയ്ക്ക് കളിച്ചു വരുന്ന ചങ്ങായിനെ പുറത്താക്കാൻ പോക്കെ നിങ്ങള്? ഇതൊക്കെ ഒരു എക്സ്പെരിമെന്റ് അല്ലേ മോനെ? അല്ല, നീ ഏതാ? അത് പിന്നെ രോഹിത് ഏട്ടന് വേണ്ടി സംസാരിക്കാൻ ഒരാൾ വേണ്ടേ ഇടാ. ഇവിടെയുള്ള തലയായിട്ട് ഞാൻ ഒത്തു പോകുന്നില്ല. നേരാന്ന് ഓസ്ട്രേലിയ എന്നൊരു തല. എണീറ്റ് പോടാ.